മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലൈഫിൽ ഒരു സക്സസ് വേണമെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ പറയുന്നത്, കേൾക്കുന്നത്, കാണുന്നത് ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ആലോചിച്ചോ, വൈകുന്നേരം ഇപ്പോൾ സീരിയലൊക്കെ കാണുന്ന ആളുകളുണ്ട്. മിക്കവാറും ഈ സീരിയലിലൊക്കെ കാണുന്നത് എന്താ, പ്രശ്നങ്ങൾ, കുബുദ്ധി സാധനങ്ങളൊക്കെ ആയിരിക്കും. ഇതൊക്കെ രാത്രി നേരെ ഇരുന്ന് കണ്ടുവരുമ്പോഴേക്കും നമ്മൾ അറിഞ്ഞോ അറിയാതെയും നമ്മളുടെ മനസ്സിൽ രൂപപ്പെടുന്ന ചിന്തകളുടെ ഒരു പാറ്റേൺ അങ്ങനെ ആയിരിക്കും. എങ്ങനെ കുബുദ്ധി, എങ്ങനെ ഈ പ്രോബ്ലം അല്ലെങ്കിൽ വീട്ടിലെ പ്രശ്നം, ഇതൊക്കെ ആയിരിക്കും. നമുക്കൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റില്ല വീട്ടിലുള്ള ആളുകളായിട്ട്. ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഫാമിലി പല സ്ഥലമൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ വിളിച്ചിട്ട് പറയണത് എല്ലാം മിക്കവാറും ഒരു നെഗറ്റീവ് സെൻസുള്ള സാധനം. അയ്യോ എനിക്കിന്ന് ഭയങ്കര വേദനയായിരുന്നു, ഭയങ്കര കാലുവേദനയായിരുന്നു, നീ അറിഞ്ഞാൽ അവരുടെ വീട്ടിൽ ഈ പ്രശ്നം വന്നപ്പോൾ അവരങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റെടുത്ത് മറിച്ച്, ഇതാണ് പറയണേ കേട്ടോ. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഒരു കോമൺ സാധനം, ഓ എൻ്റെ പ്രശ്നം എനിക്ക് മാത്രമല്ല, ഇതെല്ലാവർക്കും പ്രശ്നമാണ്, അവക്കും കാലുവേദനയുണ്ട് എനിക്കും കാലുവേദനയുണ്ട്, അപ്പോൾ സെയിം പിച്ച്, മനസ്സിലായോ? എല്ലാം ഇങ്ങനെ എനിക്കുണ്ട് അവക്കുണ്ട്. നേരെ മറിച്ച് നിങ്ങൾ ആലോചിച്ചോ, എപ്പോഴും നമ്മൾ കോട്ട്സൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ, ഒരു മേശയ്ക്ക് ചുറ്റിരുന്ന ആൾക്കാർ അവർ സംസാരിക്കുന്നത് സക്സസിനെ കുറിച്ചോ മണീനെ കുറിച്ചോ ഡ്രീംസിനെ കുറിച്ചൊക്കെ ആണെങ്കിൽ അവിടെ പോയിരിക്കണം, അത് കേൾക്കണം, അവിടെ നിന്നാണ് നമുക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുക. സോ ഞാൻ ഇത് കാണരുത് വേണ്ടരുത് എന്നൊന്നും അല്ല പറയണത്. എനിക്കെപ്പോഴും ഇഷ്ടം ബാലൻസിങ് സാധനങ്ങളാണ്. അപ്പോൾ നിങ്ങളിത് കാണുമ്പോൾ ബാലൻസ്ഡ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് നോക്കുക. ശരിക്കും നിങ്ങളൊരു ചേഞ്ച്, ട്രാൻസ്ഫോർമേഷനൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കഴിവതും സീരിയൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇമ്പാക്റ്റ് വരുന്ന സാധനങ്ങളിലേക്ക് പോകാതിരിക്കുക എന്നത് ഇമ്പോർട്ടൻ്റ് ആണ്.